മതവും സ്ഥലവും ചോദിച്ചു. കാശ്മീരിൽ നിന്ന് മുസ്ലിം എന്ന് പറഞ്ഞു 18കാരനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ആൾക്കൂട്ടം. ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചിരുന്നെങ്കിലോ? ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. എവിടെ ഈ ഹിന്ദു പ്രവർത്തകർ പോലും മുസ്ലിം പ്രവർത്തകരൊക്കെയാണ്. നമ്മളൊരു ഹിന്ദുവാണ്, ഹിന്ദുവായിട്ട് പറഞ്ഞ് എവിടെയാണ് ജാതി സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ വളഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇവിടെ തന്നെ ജാതിക്കും മതം ഇല്ലേ എന്നൊരു തോന്നൽ തോന്നും. ഇത് തന്നെയായിരിക്കും ആ പയ്യനും തോന്നിയത്. ഇവിടെ ഇപ്പോൾ മതം പറഞ്ഞപ്പോൾ ജീവിക്കേണ്ട അവസ്ഥയായിപ്പോയി. മുസ്ലിമായ അവിടെ നിന്നിട്ട് അടിയുള്ളൂ. മറ്റേ ദുരന്തർ ആ സിനിമയ്ക്കുള്ള ഒരു ഡയലോഗ്, പ്രശസ്തമായൊരു ഡയലോഗുണ്ട്. ശത്രുക്കളിൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ അത് ഇന്ത്യ തന്നെയാണ്, പാകിസ്ഥാൻ രണ്ടാമതേ വരൂ എന്നുള്ളത്. ആ സിനിമ ഡയലോഗ് അല്ല, അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഇവിടെയുള്ള വർഗീയ ശക്തികൾ ആദ്യം തകർക്കണം, എന്നിട്ട് വേണം അടുത്ത രാജ്യത്തുള്ള ശത്രുക്കളെ തകർക്കാൻ. അതിന് അകലെ വേറൊരു സിനിമയുടെ ഡയലോഗുണ്ട്, നരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് മൂവി. ഇതിലൊരു ചിരഞ്ജീവി നായകൻ ഇതേ ഒരു വീരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സിനിമയ്ക്കകത്ത് ഇതേ ഒരു ഡയലോഗ്, ഇതേ സാമ്പിൾ ഡയലോഗ് പറയുന്നുണ്ട്. അകലെയുള്ള ശത്രുക്കളോട് പൊരുതാൻ നിൽക്കുമ്പോൾ അടുത്തുള്ള ശത്രുക്കളെ തിരിച്ചറിയണം. തീർച്ചയായും എന്തൊക്കെയാണോ ഇങ്ങനെ വർഗീയത കാണിക്കുന്ന വ്യക്തികൾ, ഈ തീവ്രവാദികൾക്ക് എന്ത് ശിക്ഷയാണോ ഇവിടെ വരുമ്പോൾ കൊടുക്കാറ്, അതേ ശിക്ഷ തന്നെ കൊടുത്താക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ.